ശരീരത്തെ പിടിച്ചു നിർത്തുമ്പോൾ നിന്റെ ജീവിതം വിജയിക്കും. കുറെ ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും. ഇമാം റഹിമഹുല്ലാഹ് ബിദായത്തുൽ ഹിദായയിൽ പറയുന്നുണ്ട്, കുറെ ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും, കുറെ സ്വലാത്തും ദിക്റും ചൊല്ലാൻ എല്ലാവർക്കും കഴിയും. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു ആ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ابن مسعود من صلى بينه وبين الله عز وجل فإنه يتكلم مع الله ومن قرأ كلام الله فإن الله يكلمه. العبد إذا صلى بين يدي الله وقال الله أكبر ثم قال الحمد لله رب العالمين، الله عز وجل يقول لهذا العبد حمدني عبدي. وإذا قال العبد الرحمن الرحيم، الله عز وجل يقول مجدني عبدي. إذا قال العبد مالك يوم الدين، الله عز وجل يقول أثنى علي عبدي. وإذا قال العبد إياك نعبد وإياك نستعين، يقول الله ذلك بيني وبين عبدي. وإذا قال العبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، يقول الله ذلك بيني وبين عبدي ولعبدي ما سأل. يقول ابن مسعود അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര അള്ളാഹു നിഅമത്ത് നൽകിയാലും അനുഗ്രഹങ്ങൾ നൽകിയാലും അത് കാണൂല. ഇവിടെ വായിച്ചിട്ടുണ്ട്, ഒരു കുടുംബം ഒന്നിച്ച് കടല് കാണാൻ പോയതാ. പെട്ടെന്ന് ആ കടല് കണ്ടുകൊണ്ടിരിക്കെ കയ്യിൽ നിന്ന് കുട്ടി താഴെ വീണു. തിരമാലയെ കണ്ടിട്ട് പോയി. എല്ലാവരും സങ്കടപ്പെട്ടു. കാരണം കുട്ടി കടലിലേക്ക് കണ്ടു പോയിട്ടുണ്ട്. കൂട്ടക്കരച്ചിലായി, ആളുകൾ കൂടി. അടുത്ത തിരയിൽ ആ കുട്ടി കരയിലേക്ക് തന്നെ എത്തി. എല്ലാവരും ഓടി വന്നു. ആ കുട്ടിയെ എടുത്തു, ഉമ്മ ചുംബനം കൊടുത്തു, ലാളിച്ചു. വലിയ സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോ ആ ഉമ്മാന്റെ മനസ്സിൽ പിന്നെയും സങ്കടമാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ പോയപ്പോ കുട്ടീന്റെ ചെരുപ്പ് പോയിട്ടുണ്ട്. ആ ചെരുപ്പ് കിട്ടിയിട്ടില്ല. അത് മനുഷ്യന്റെ ഒരു പ്രകൃത. കുട്ടിയെ കിട്ടി, കുട്ടിയെ തിരിച്ചു കിട്ടി. പിന്നെ സങ്കടം എന്താ? കിട്ടാത്ത ചെരുപ്പാണ്. ഒന്നോളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കുടുംബത്തിൽ ചിലപ്പോ അമ്മായിമ്മയുമായിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടാവുക. അതാണ് സങ്കടം. അതിനാണ് ആത്മഹത്യ. നല്ല ഭർത്താവിന് അല്ലാഹു നൽകി, അത് കണ്ടിട്ടില്ല. മക്കൾ നൽകി, അത് കണ്ടിട്ടില്ല. ഉമ്മയെ നൽകി, ഉപ്പയെ നൽകി, എത്രയോ നല്ല ബന്ധങ്ങൾ നൽകി. ഇത് വേറാറില്ല, നമ്മൾ തന്നെ മൈനാമാരെ, നമ്മളതും നിങ്ങളതൊക്കെ എല്ലാരും മക്കളെ വിഷയം പറയും. ശരിയാണ്, മുകളിൽ കയറി കണങ്കാലിലേക്ക് ഡാൻസ് ഇട്ടിട്ടാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നത്. വീട്ടിൽ നിന്നിറങ്ങുന്ന ഉമ്മാക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഉപ്പാക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഭർത്താവിന് പ്രശ്നമുണ്ടോ? ഇല്ല. ആങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. പഴയ കാലത്ത് ഒരു 10 വർഷം മുമ്പ് വരെ ആണും പെണ്ണും ഇടകലർന്നിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ വല്ലാത്ത നാണക്കേടായി. എന്നാൽ ഇന്ന് സ്വന്തം വീട്ടിൽ ക്ലാസ്സിൽ പഠിക്കുന്ന അന്യപുരുഷന്മാരായ ആളുകൾക്ക് നമ്മുടെ സ്വന്തം പെൺമക്കളുടെ കൂടെ ബെഡ്റൂമിൽ ഒന്നിച്ചിരുന്ന് ഇടകലരാൻ സാഹചര്യം ചെയ്തു കൊടുക്കുന്നത് നമ്മളാണ്. ഓരോ സെന്റ് ഓഫ് വരുമ്പോഴും, ഓരോ ഫയർവെൽ വരുമ്പോഴും, SSLC ആയാലും +2 ആയാലും പഠിച്ചോനെ സമൂഹത്തെ പറയിപ്പിക്കുന്ന ഒന്നും നമ്മുടെ സമൂഹം ചെയ്യരുത് എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പോ നമ്മളെ പോലെയുള്ള ബാലന്മാർക്ക് അയച്ചു തരും. എന്നിട്ട് നമ്മൾ മറുപടി പറയുന്നത് ഈ സമൂഹം മൊത്തം നമ്മളെ ഏറ്റെടുത്ത് നടത്തുന്ന പോലെയാണ് പല ആളുകളുടെയും ചിന്ത. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൂട്ടി അപ്പം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ സമാധാനം പറയണം, നമ്മൾ മറുപടി പറയണം. നിനക്ക് നമ്മളെന്ത് മറുപടി പറയാനും? സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളെ കുറിച്ച് ബോധമില്ലാത്തൊരു കാലത്ത് നമ്മളെന്ത് മറുപടി? അള്ളാഹു തരുന്നത് എങ്ങനെയാ? ഖുർആൻ പറയുന്നു, റബ്ബ് എന്തെങ്കിലും തരണമെങ്കിൽ നിനക്ക് നല്ല വീട് വേണോ, നല്ല വാഹനം വേണോ, നിനക്ക് നല്ല ഭക്ഷണം വേണോ, ഒക്കെ റബ്ബ് തരാം. എന്ത് വേണം? ആ ഒരു കണ്ടീഷൻ പറയാം. നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ.
കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഒരാൾ കൽപ്പിക്കണമെങ്കിൽ സ്വയമായി നിസ്കരിക്കണം. എന്തായാലും വേണം. അപ്പൊ നിസ്കാരം എന്തായാലും പാപ്പാക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാപ്പ നിസ്കരിക്കുന്നതിനോടൊപ്പം മക്കളോട് കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും